ഒക്ടോബർ മാസം ജപമാല മാസമാണ്. പ്രത്യേകമായി ഇന്ന് കത്തോലിക്ക തിരുസഭ ജപമാല രാജ്ഞിയുടെ ഓർമ്മ ദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ കരുതലായി കാവലായി കൂടെയുള്ള അമ്മയുടെ മാധ്യസ്ഥ്യം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ജപമണിയിലും ഒളിഞ്ഞിരിക്കുന്ന ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ദൈനംദിന പ്രാർത്ഥനയിലൊക്കെ അമ്മ മാതാവിന്റെ കൃപാവരം ലഭ്യമാകുവാൻ നമുക്ക് ഈ ദിനം അമ്മയോടൊപ്പമാവുകയും ചെയ്യാം. ഒക്ടോബർ മാസം 7-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ജപമാല രാജ്ഞിയുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. 13-ാം ശതാബ്ദത്തിൽ വിശുദ്ധ ഡൊമിനിക്കാണ് ജപമാല ഭക്തി ആദ്യം പ്രസംഗിച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. വളരെ വിപത്കരമായ അൽബിജൻസിയൻ പാഷാണ്ഡതയെ പരാജയപ്പെടുത്തുവാൻ തന്റെ പ്രസംഗത്തെക്കാൾ ഭേദം ജപമാലയായിരിക്കുമെന്ന് വിശുദ്ധ ഡൊമിനിക്കിന് തോന്നി. മനിക്കേയരുടെ പിൻഗാമികളാണ് ആൽബിജൻസിയർ. അവർ സാധാരണ ജനങ്ങളെ വധിക്കുക പോലും ചെയ്തിരുന്നു. 1571 ഒക്ടോബറിൽ ലെപ്പാന്തോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ഓസ്ട്രിയയിലെ ഡോം ജുവാൻ തുർക്കികളുടെ നാവികപ്പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ വിശുദ്ധ പിയൂസ് 5-ാമൻ മാർപ്പാപ്പയും ഭക്തജനങ്ങളും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അവസാനം ക്രിസ്ത്യൻ സൈന്യം തുർക്കികളെ തോൽപ്പിക്കുകയും സഹസ്രക്കണക്കിന് ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ വിജയത്തിന്റെ വാർഷികം വിജയമാതാവിന്റെ തിരുനാളായി കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു. 13-ാം ഗ്രിഗോറിയൂസ് മാർപ്പാപ്പ ആ തിരുനാളിനെ ജപമാല തിരുനാൾ എന്ന് നാമകരണം ചെയ്തു. 1716 ഹംഗറിയിലെ എവുജിൻ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാല തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടുവാൻ തീരുമാനിച്ചു. 13-ാം ലിയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. 2-ാം വത്തിക്കാൻ സുവർണദോസ് പഠിപ്പിക്കുന്നു, നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധന അധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ ഈ സൂനകദോസ് വിലമതിക്കുന്നു. 1974 ഫെബ്രുവരി 2-ാം തീയതിയിലെ മരിയൻ വണക്കം എന്ന ശ്ലൈഹ്യ പ്രബോധനത്തിൽ 6-ാം പൗലോസ് മാർപ്പാപ്പ ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ലൂയി മോൺഫോർട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും എഴുതിറ്റിപ്പോവുകയില്ല. ഈ പ്രസ്താവന എന്റെ രക്തം കൊണ്ട് തന്നെ എഴുതിയൊപ്പിടുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാലയെങ്കിലും അത് അന്തരാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഗഹനമായ സുവിശേഷ സന്ദേശം അതിന്റെ ഘടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സുവിശേഷ സന്ദേശത്തിന്റെ ഒരു സാരസംഗ്രഹമായി അതിനെ വിശേഷിപ്പിക്കാം. മറിയത്തിന്റെ കന്യക ഉദരത്തിൽ ആരംഭിച്ച രക്ഷാകര മനുഷ്യാവതാര കർമ്മത്തിന് അവൾ നൽകുന്ന പ്രാർത്ഥനയാകുന്ന പ്രതികരണത്തിന്റെ പ്രതിധ്വനിയാണിത്. ജപമാലയിലൂടെ ക്രൈസ്തവർ മറിയത്തിന്റെ ശിശു സമൂഹത്തിലിരിക്കുകയും ക്രിസ്തുവിന്റെ തിരുമുഖത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് ധ്യാനലീനരാവുകയും അവിടുത്തെ സ്നേഹത്തിന്റെ ആഴം അനുഭവിക്കുന്നതിന് പ്രാപ്തരാക്കപ്പെടുകയും ചെയ്യുന്നു. ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ ദിവ്യരക്ഷകന്റെ അമ്മയുടെ കരങ്ങളിൽ നിന്ന് തന്നെ സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ക്ലെമന്റ് ഓഫ് ബോവർ ഇപ്രകാരമാണ് പറയുക: ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ജപമാല ചൊല്ലുവാൻ എനിക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ആ പാപി മാനസാന്തരപ്പെടാതിരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ ജപമാല മാസത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമസ്യകളെയും അമ്മയോട് ചേർത്ത് വെച്ച് ജപമാല ധ്യാനത്തിലൂടെ ജപമണികളിലൂടെ ലഭ്യമാകുന്ന കൃപ നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായി ഉണ്ടാകുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജപമാല റാണിയുടെ ഈ ഓർമ്മ ദിനത്തിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ഇന്നു മുതൽ ജപമാല അർപ്പിക്കുമ്പോഴൊക്കെ ഓരോ ജപമണിയുടെ ഉള്ളിലും ഒളിഞ്ഞിരിക്കുന്ന ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങളുടെ കൂടെ എന്നും തുണയായി കരുതലായി കൂടെ ഉണ്ടാവണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.